മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കഴുകി നമ്മൾ റെഡിയാക്കി ഏകദേശം 1 കിലോ ഉണ്ട്. അപ്പൊ ഇത് വെച്ച് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വെച്ചാൽ വ്യത്യസ്തമായ രീതിയിൽ ഒരു ചിക്കൻ ഫ്രൈ ആണ്. സാധാരണ രീതിയിലല്ല, വ്യത്യസ്തമായ രീതിയിൽ ഒരു ഫ്രൈ ആണ്. അപ്പൊ അത് നമുക്ക് എന്താണെന്ന് നമുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാം. അപ്പൊ അതിന് മുമ്പ് നമ്മുടെ ചാനലൊക്കെ ഉണ്ടല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിന്റെ അടുത്തുള്ള ബെല്ലൈക്കൺ ചെയ്തൊന്ന് ലൈക്കൊക്കെ ചെയ്തൊന്ന് റെഡിയാക്കി വെച്ചു. അപ്പൊ നമുക്ക് നേരെ ചിക്കൻ ഫ്രൈ കിട്ടുമോ. അപ്പോഴേ നമ്മൾ ചിക്കൻ അല്ലാതെ ഒരു കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം കുറച്ച് മസാലയൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം ആദ്യം നമുക്ക് ഈ ഒന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് മഞ്ഞപ്പൊടി ആദ്യം നമ്മുടെ മഞ്ഞപ്പൊടി, അതിന് ശേഷം പിന്നെ വേണ്ടത് നമുക്ക് ഒരു സ്വല്പം മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ കാശ്മീരി പൊടി, അതൊരു സ്വല്പം കൂടെ ഇടാം, കുഴപ്പമില്ല. കളറും വേണം, അത്യാവശ്യം എരിയും. ഇപ്പൊ ഇത് നമ്മൾ ചിക്കന് വേണ്ടിയിട്ട് അത്യാവശ്യം ഒന്ന് പിടിക്കാനും സ്വല്പം കുരുമുളക് പൊടിയാണ്. പിന്നെ നമുക്കൊരു ശകലം ഗരം മസാല, നമ്മുടെ സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന മസാലയും മതി, കുഴപ്പമില്ല. ഇപ്പൊ ഇത്ര ചേർത്തിട്ട് ഇത് നമുക്കിതൊന്ന് അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയാലേ അത് ശരിക്കും എല്ലായിടത്തും മിക്സ് ആവത്തുള്ളൂ അല്ലേ. നമുക്കതൊന്ന് റെഡിയായിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, വെള്ളം ചേർക്കാതാണ് നമ്മളിത് മിക്സ് ചെയ്തത്. അപ്പം നമ്മൾ മസാലയൊക്കെ മിക്സ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു കാര്യം വിട്ടുപോയിരുന്നു, ഉപ്പ്. അപ്പം നമുക്ക് സ്വല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം, കുറച്ച് ചേർത്താൽ മതി. നമ്മൾ വിട്ടുപോയതല്ലായിരുന്നു, പിന്നെ നമ്മൾ ശക്കരെല്ലാം കൂടെ ചേർത്ത് കൊടുത്തേക്കാന്ന് വെച്ചാൽ. അപ്പോൾ നമുക്കത് ചെറുതായിട്ട് അതും കൂടെ കൊടുത്തിട്ട് ഒന്ന് വെള്ളം തളിച്ച് ഒന്നും കൂടെ ഒന്ന് നമുക്ക് കഴുകി വെച്ചപ്പോഴത്തേക്ക് നമ്മൾ വെള്ളത്തിൻ്റെ അംശം മുഴുവൻ പോയായിരുന്നു. അപ്പോൾ ഒരു സ്വല്പം ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇച്ചിരി വെള്ളം കിടപ്പുണ്ട്, അത്യാവശ്യം വെള്ളമുണ്ട്, മതി. സ്വല്പം ഒഴിച്ചേക്കാം, അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഒരൊറ്റ വിസിൽ വരുന്നവരെ ഇതൊന്ന് വേവിച്ചെടുക്കണം, അധികം വേഗരുത്. ഇനി വേറെ പരിപാടി ഉള്ളതാ. അതെ, അതുകൊണ്ട് നമുക്ക് ഒത്തിരി വേഗണ്ട, ഒറ്റ വിസിൽ മതി. നമ്മൾ അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളും എല്ലാം ആയിട്ടുണ്ട്, സെറ്റായി. നമ്മള് ചിക്കൻ എല്ലാം നല്ല ചെറിയ പീസാണ്, കാലായിട്ടില്ല, എല്ലാം നമ്മൾ ചെറിയ പീസാക്കി. അപ്പൊ നമുക്കിതൊന്ന് ഒരു വിസിലടിക്കുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നമ്മളെ ചിക്കൻ വേകാനായിട്ട് നമ്മൾ കുക്കറിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് നമ്മൾ ചീനച്ചട്ടി നമ്മളതിൻ്റെ ചൂടാക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഈ ഫ്രൈ ആക്കാനുള്ള ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ച് അത് ചൂടായിട്ട് വേണം നമുക്ക് അടുത്ത പരിപാടി. അതെ, അപ്പോൾ നമ്മുടെ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കേണ്ടത് തേങ്ങാക്കൊത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അത്യാവശ്യം നീളത്തിലായിരിക്കും തേങ്ങാക്കൊത്താണ് നമ്മളിടുന്നത്, ചെറിയ കഷ്ണങ്ങളാക്കി. അത് ആ തേങ്ങാക്കൊത്ത് തന്നെ ആദ്യം ഇടണം, എന്നാലേ അത് ഇത് ഏകദേശം ഒരു ചുമന്ന് വരുമ്പോൾ വേണം നമുക്ക് മറ്റ് ബാക്കി സാധനങ്ങളെല്ലാം ചേർക്കാനായിട്ട്. അപ്പോൾ കൂട്ടത്തിൽ വേവുള്ളത് തേങ്ങാക്കൊത്താണ്. അതെ, അപ്പോൾ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് ഇട്ടേച്ചിട്ട് വേറെ പണിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു വരുമ്പോൾ കരിഞ്ഞ് ഇരിക്കും, അതുകൊണ്ട് ഇളക്കി കൊടുക്കണം. നമുക്കതൊന്ന് അത്യാവശ്യം ഒന്ന് റെഡ് കളർ ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ അത്യാവശ്യം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 2 വറ്റൽമുളക് ഇടാവേ, നമുക്ക് മുറിച്ചങ്ങോട്ട് ഇടാം. അപ്പോൾ രസമായിരിക്കുമല്ലോ, വലിയ രസമൊന്നുമില്ല ഇരിക്കുമ്പം, എന്നാലും ഈ വറ്റൽമുളക് ഇതിനകത്ത് കിടന്ന് വേഗമുണ്ടല്ലോ, വറുത്ത് വരുമ്പോഴത്തേനും നല്ലൊരു ടേസ്റ്റ് വരും. അപ്പം മുളക് അത്യാവശ്യം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തടുത്ത സാധനങ്ങൾ നമുക്കങ്ങോട്ട് ചേർത്തങ്ങ് കൊടുക്കാം. അടുത്ത നമ്മൾ ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചിയാണ്, നീളത്തിൽ അരിഞ്ഞ ചെറിയ കഷ്ണങ്ങളാക്കി ഇഞ്ചിയാണ്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം, വീണ്ടും ഇളക്കി കൊടുക്കാവേ. ഇഞ്ചിയിൽ നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചപ്പോൾ ചെറിയ വെള്ളത്തിൻ്റെ അംശമുണ്ട്, അതാണ് പൊട്ടുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് ചേർക്കാനായിട്ട് നമ്മൾ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ തന്നെ സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി നമ്മളിപ്പം മുഴുവനാണ് ചേർക്കുന്നത്, സവോള നമ്മൾ പകുതി ചേർക്കണം, പകുതിയോ മുക്കാലോ ചേർക്കും. ഇത് നമ്മൾ
2 സവോളയുടെ വലിയ 2 സവോളയുടെ ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ പിന്നെ വേറൊരാവശ്യത്തിന് വേണ്ടി വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി അത്യാവശ്യം വഴന്നു വന്നിട്ടുണ്ട്. മുഴുവൻ വഴന്നിട്ടില്ല, എന്നാൽ അത്യാവശ്യം വഴന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ വെളുത്തുള്ളി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാവേ. വെളുത്തുള്ളി നമ്മൾ പൊളിച്ച് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു പിടി വെളുത്തുള്ളി അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇതിൻ്റെ അകത്ത് സാധാരണ നമ്മൾ ചേർക്കാത്ത ഒരു സാധനം നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. അപ്പം അത് ചേർക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ പച്ചമുളക് ചേർക്കാം. പച്ചമുളക് ചേർത്തിട്ട് ഇത് ഇളക്കുക. ഇത് ഇളക്കാണ് മുഴുക്ക പരിപാടി. ഇളക്കോടെ ഇളക്കുക. അപ്പം നമ്മുടെ എല്ലാ പരിപാടികളും അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഞാൻ പറഞ്ഞ ആ ഒരു സ്പെഷ്യൽ താരമില്ലേ, അതാരാന്ന് വെച്ചാൽ നമ്മുടെ കായപ്പൊടിയാണ്. നമ്മൾ കായപ്പൊടി സാധാരണ ചിക്കന് ഒന്നും നമ്മൾ ചേർക്കാറില്ലല്ലോ, പക്ഷേ ഇതിന് നമ്മളൊരു സ്വല്പം കായപ്പൊടി ചേർക്കുക. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു വെറൈറ്റി ടേസ്റ്റാണ് നമുക്ക് ഇന്ന്. ഇപ്പം നമ്മുടെ ഫ്രൈഡ് അപ്പം നമുക്ക് ഈ സമയത്ത് കുറച്ച് നമ്മുടെ കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അതിന് നമുക്ക് മസാലയൊക്കെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അത് അത്യാവശ്യം എല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ആദ്യം നമ്മൾ ചിക്കൻ്റെ അകത്ത് അത്യാവശ്യം നമ്മൾ മസാലയൊക്കെ ഇട്ടാണല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മളിതിനിടാൻ. നമ്മൾ മുളക് പൊടി അതിൻ്റെ അകത്ത് അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കാശ്മീരി മുളക് പൊടിയാണ്, കളറിന് വേണ്ടി മാത്രം ഇടുന്നത്, അധികം എരിയൊന്നുമില്ല. പിന്നെ നമ്മൾ ഇടുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി നമ്മൾ ആദ്യമേ ചേർത്തതാണ്. അപ്പം അതിൻ്റെ ഒരു 1/2 സ്പൂൺ ഇട്ടാൽ മതി. നമ്മൾ ഈ ഒരു നമ്മുടെ തേങ്ങയും ഉള്ളിയും എല്ലാത്തിനും കൂടെ ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി ഒരു മഞ്ഞപ്പൊടി ഇട്ട് ഇനി നമ്മൾ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് ഇനി ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മുടെ കുരുമുളക് പൊടി കൂടി ഇടാവേ. അപ്പം നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്ന മുളക് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി കുരുമുളക് യൂസ് ചെയ്തിട്ടുണ്ട്, വറ്റൽമുളക് ഇട്ടിട്ടുണ്ട്, അധികം എരിയില്ലാത്ത പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ കൂട്ടിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി അടുത്ത നമ്മുടെ പരിപാടി. ഇപ്പം നമ്മുടെ കൂട്ടൊക്കെ അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. ഇനി കൂട്ടിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം തന്നെ ഉപ്പ് അത്യാവശ്യം നമ്മുടെ ചിക്കന് വേണ്ടിയിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മളുടെ ഈ ഉള്ളിക്കൊക്കെ കൂടെയുള്ള ഉപ്പിടാൻ. അധികം എന്തായാലും ആദ്യം തന്നെ അങ്ങ് കൂടിപ്പോയല്ലോ, ഒത്തിരി ഇടുന്നല്ലേ. 2-3 പ്രാവശ്യമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി, ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുമ്പോഴേ 1-2 പ്രാവശ്യമൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയൊക്കെ ചെയ്താലും മതി. അപ്പം നമ്മളുടെ സംഭവം ഗ്രേവി എല്ലാം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കുക്കർ തുറക്കാം. കുക്കർ അടിപൊളി. നമ്മൾ അധികം വെള്ളം ഇല്ലാതാണ് വെച്ചത്, പക്ഷെ നമ്മുടെ ചിക്കൻ്റെ അകത്തു നിന്നൊക്കെ ഇറങ്ങിയ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അതും എല്ലാം കൂടെ ഒഴിച്ച് നമുക്കിതങ്ങോട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഞാനൊരു
അപ്പം നമുക്ക് ചിക്കൻ നല്ല വെന്തിട്ടുണ്ട്. അപ്പം ചിക്കനെല്ലാം ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ്റെ അകത്തുനിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത്ര മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ പിന്നെ വറ്റി വരണ്ടേ. അപ്പോൾ അത് നമ്മുടെ ചിക്കൻ കൂടുതലങ്ങ് വെന്തു പോകും. അപ്പോൾ അത് കാരണം നമ്മൾ ആവശ്യത്തിന് മാത്രം ഇങ്ങോട്ട് ഒഴിക്കുക. നമുക്ക് ഈ ചിക്കൻ എല്ലാം ഇതിനകത്തുനിന്ന് ഇട്ട് ഇളക്കിയെടുക്കാം. അപ്പം ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതിന് വെള്ളം ഒന്ന് വറ്റണം. അപ്പം എല്ലായിടത്തും ഇതിൻ്റെ ഗ്രേവിയും എല്ലാം കൂടെ അങ്ങോട്ട് പിടിക്കുമ്പോൾ തന്നെ സംഭവം സെറ്റാവും. അപ്പം നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരാനായിട്ട് വെയിറ്റ് ചെയ്യാവേ. അപ്പോൾ നമ്മുടെ സംഭവം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സ്വല്പം കൂടെ വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് അങ്ങ് വെള്ളം അങ്ങ് വറ്റും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സ്വല്പം വെള്ളമുള്ളൂ. അപ്പോൾ അത് പെട്ടെന്ന് വറ്റിക്കുള്ളൂ. നമുക്കൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു നിമിഷ നേരം കൊണ്ടൊന്ന് വറ്റിക്കുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേറെ ചെറിയൊരു പരിപാടികളുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് സവാള നേരത്തെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് എല്ലാ ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അതുപോലെ ഇതൊരു സ്പെഷ്യൽ ടൈപ്പാണ്. ഈ നമ്മൾ എണ്ണയിലൊക്കെ ഇട്ട് വറക്കുമ്പോഴത്തേക്ക് ഈ കൊളസ്ട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അത് വലിയ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതാകുമ്പോൾ അതിനേക്കാളും നല്ലൊരു ടേസ്റ്റും ഉണ്ട് സംഭവം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. വിട്ടല്ലേ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളവും ചാറും ഒക്കെ വറ്റി നല്ല അടിപൊളിയായിട്ടുണ്ട് സംഭവം. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടേ. സാധാരണ ചിക്കൻ മണമല്ല, ഇതൊരു സ്പെഷ്യൽ മണമാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കിയാലേ നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സാദൃശ്യം പറയാൻ പറ്റുന്ന ഒരു ഫ്ലേവറല്ല. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും പറയണം. ഒരു സ്പെഷ്യൽ സംഭവമാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഇപ്പം നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ചെറിയൊരു കലാപരിപാടികളുണ്ട്. നമുക്ക് സ്വല്പം പച്ച വെളിച്ചെണ്ണ അങ്ങനെ അങ്ങോട്ടൊന്ന് ഒഴിച്ചെടുക്കുക. മതി, ഇത്ര മതി. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കുക. അടച്ചു വെക്കരുത്. അടച്ചു വെച്ച് കഴിഞ്ഞാണല്ലോ വീണ്ടും വെന്ത് പോകുന്നതിന് മാത്രമല്ല ആവി ഇറങ്ങിയിട്ട് വെള്ളം ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഡ്രൈ ആയിട്ടുള്ള ആ ഒരു എഫക്റ്റ് ഒക്കെ മാറും. അടിപൊളിയായിട്ടുള്ള സംഭവം. അന്യായ മണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ മണമാണ്. പിന്നെ ഇതിന്റെ ഉപ്പും എരിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് അല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, നമുക്ക് നോക്കാം. അവസാനം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിനി എല്ലാം പാകമാണെന്ന് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പോഴേ നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എണ്ണ ഉപയോഗിക്കാതെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് അല്ല, എണ്ണയിൽ ഇട്ട് വറക്കാതെ നമ്മൾ അതേ ടേസ്റ്റ് അല്ല, വ്യത്യസ്തമായ ടേസ്റ്റാണ്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ഉപ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പം നമ്മൾ കുറച്ച് നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് നല്ല അടിപൊളി പൂരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല നല്ല മണം എന്ന് പറഞ്ഞാൽ അന്യ മണമാണ്, വ്യത്യസ്തമായ മണമാണ്. ട്രൈ ചെയ്ത് നോക്കൂ. ചൂടുണ്ട്. ഞാൻ ഇവിടെ നോക്കട്ടെ. ചിക്കനിൽ ഇന്നേ വരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്തൊരു പ്രത്യേക ടേസ്റ്റാണ്. പ്രത്യേക ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ്. ട്രൈ ചെയ്ത് നോക്കും, ഗ്യാരണ്ടിയാണ്. ഇതുണ്ട് ഈ തേങ്ങ
അടിപൊളി അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. സത്യം പറഞ്ഞാണല്ലോ പറയാൻ പറ്റത്തില്ല അത് അതുപോലത്തെ ഒരു ടേസ്റ്റ്. കാര്യം നമ്മൾ ഈ ഒരു ഫ്ലേവറിൽ ഇതുവരെ ചിക്കൻ കഴിച്ചിട്ടില്ല. സൂപ്പറായിട്ടുണ്ട്. ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയോ, ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്തായാലും പറയണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. പ്രത്യേക ടേസ്റ്റാണ്. കാര്യം ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ തന്നെ ഇത് എന്ത് കറിയാണെന്ന് അടുത്തുള്ളവർ ചോദിക്കും. അതുപോലത്തെ ടേസ്റ്റാണ്, മണമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയോ. അപ്പം നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈ ആയിട്ട്. അപ്പം നമ്മുടെ ചാനൽ മറക്കാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് മറ്റേ എന്താ പറയുന്ന ബെല്ലൈക്കൺ ലൈക്കും ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചോ. നമുക്ക് അടുത്ത അടിപൊളി റെസിപ്പി ഈ കറി ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാരും ഒന്ന് എഴുതണം, നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതണം എന്താണ് നിങ്ങളുടെ അഭിപ്രായം. അതെ, അത് മറക്കാതെ ചെയ്യണം. അപ്പൊ നമുക്ക് നല്ല സൂപ്പർ അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ബൈ ബൈ.